ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റായ ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്നതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിലുള്ള സൈഡ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിരുന്നു. അത് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകളെല്ലാം STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ, ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD 5 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാലും മതി. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. Activity 1. The little blue engine helped the little train reach the other side of the mountain. ലിറ്റിൽ ട്രെയിനിനെ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിന് മലയുടെ അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. നമ്മൾ കഥയിൽ വായിച്ചല്ലോ അത്. ഹാവ് യു എവർ ഹെൽപ്ഡ് സംവൺ ഇൻ ട്രബിൾ? നിങ്ങൾ ഇതുപോലെ ട്രബിളായി കിടക്കുന്ന, അതായത് കുടുങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന ആരെയെങ്കിലൊക്കെ നിങ്ങൾ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? എല്ലാവരെ സഹായിച്ചിട്ടുണ്ടോ? ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ ചെയ്ത എക്സ്പീരിയൻസിനെ കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് ടു ഷെയർ വിത്ത് യു. എനിക്ക് ഉണ്ടായിട്ടുണ്ട്, എനിക്ക് നിങ്ങളോടൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ട്. വൺ ഡേ മൈ ഫ്രണ്ട് വാസ് ഇൻ എ ട്രബിൾ. ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിനൊരു ഒരു ട്രബിൾ വന്നു. ഹി ലോസ്റ്റ് ഹിസ് ഫേവറേറ്റ് പെൻസിൽ ബോക്സ് ആൻഡ് ഹി വാസ് വെരി അപ്സെറ്റ്. എന്താണ്, അവൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു പെൻസിൽ ബോക്സ് ഉണ്ടായിരുന്നു, അതവന് ലോസ്റ്റായി, നഷ്ടപ്പെട്ടു. അപ്പോൾ അവന് സങ്കടത്തിലിരിക്കുകയായിരുന്നു. ഐ സോ ഹീ ഈസ് ക്രൈയിങ് ആൻഡ് വെൻ ടു ഹിം. അവനവിടെ ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി നോക്കി. ഐ ആസ്ക്ഡ് ഹിം വാട്ട് വാസ് റോങ് ആൻഡ് ഹി ടോൾഡ് മീ അബൌട്ട് ഹിസ് ലോസ്റ്റ്. അവനോട് ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്ത് പറഞ്ഞു? എൻ്റെ എങ്ങനെ പെൻസിൽ ബോക്സ് പോയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. വെൻ ഐ ഹെയർഡ് ദാറ്റ് ഐ ഓൾസോ ഫെൽറ്റ് സാഡ് ആൻഡ് ഐ വാണ്ടഡ് ടു ഹെൽപ്പ് ഹിം. എനിക്കത് കേട്ടപ്പോൾ എനിക്കും സങ്കടമായി, ഞാൻ അവനെ സഹായിക്കാനായിട്ട് ശ്രമിച്ചു. ഡോണ്ട് വറി, വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. നീ പേടിക്കണ്ട, നമുക്ക് അത് കണ്ടുപിടിക്കാമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഐ ഹെൽപ്ഡ് ഹിം ഫോർ സെർച്ചിങ് ഹിസ് പെൻസിൽ ബോക്സ് ഇൻ എവ്രിവെയർ. എല്ലായിടത്തും പെൻസിൽ ബോക്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? അവനെ സഹായിച്ചു. ആൻഡ് ഫൈനലി വി ഫൗണ്ട് ഇറ്റ്. അങ്ങനെ അവസാനം ഞങ്ങളത് കണ്ടുപിടിച്ചു. ഹി വാസ് വെരി ഹാപ്പി ആൻഡ് ഹഗ്ഡ് മീ ടൈറ്റ്ലി. അവന് ഒരുപാട് സന്തോഷമായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഹി താങ്ക്ഡ് മീ ഫോർ ഹെൽപ്പിംഗ് ഹിം. അവനെ സഹായിച്ചതിന് അവൻ എന്നോട് നന്ദി പറഞ്ഞു. ആക്ടിവിറ്റി 2. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് മെനി തിങ്സ്, ലിസ്റ്റ് ദെം ബിലോ. ലിറ്റിൽ ട്രെയിൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യണം താഴെ. എങ്ങനെയായിട്ട്? തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, കുടിക്കാനും കഴിക്കാനുമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? തിങ്സ് ടു പ്ലേ വിത്ത്, കളിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള 2 കോളമായിട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യത്തേത് തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആണ്. ഏതൊക്കെയായിരുന്നു? ബിഗ് ഓറഞ്ചസ്, വലിയ ഓറഞ്ചുകൾ. ഫാറ്റ് റെഡ് ആപ്പിൾസ്, തടിച്ച ചുവന്ന ആപ്പിളുകൾ. ലോങ് യെല്ലോ ബനാനാസ്, നീണ്ട മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ. ഫ്രഷ് കോൾഡ് മിൽക്ക്, നല്ല തണുത്ത ഫ്രഷ് ആയിട്ടുള്ള പാല്. ലോലിപോപ്പുകളും. ഇനി തിങ്സ് ടു പ്ലേ വിത്ത്, കളിക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? എ ലോങ് നെക്ക് ജിറാഫ്, ടെഡി ബിയേഴ്സ് വിത്തൗട്ട് നെക്സ്, ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ, ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ, ടോയ് ട്രക്സ്, എയർപ്ലെയിൻസ്, ബോട്ട്സ്, പിക്ചർ ബുക്ക്, എ ടോയ് ക്ലൗൺ. ഇതെല്ലാം കളിക്കാനായിട്ടുള്ള സാധനങ്ങളായിരുന്നു. ആക്ടിവിറ്റി 3. ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ഹാർഡ് ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. ലിറ്റിൽ ട്രെയിന് ഒരുപാട് തവണ എന്ത് ചെയ്യാൻ നോക്കി? ഒരുപാട് തവണ ശ്രമിച്ച് നോക്കി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ ചക്രം തിരിഞ്ഞില്ല. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. ക്ലൗണും അതിലുള്ള ടോയ് ആനിമൽസും എല്ലാം എന്ത് ചെയ്തു? ബോഗിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ദേ ട്രൈഡ് ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. എന്നിട്ട് ഈ ലിറ്റിൽ ട്രെയിനിനെ തള്ളാനായിട്ട് നോക്കി. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. എന്നിട്ടും അത് അനങ്ങിയില്ല. വാട്ട് വുഡ് ദ ലിറ്റിൽ ട്രെയിൻ തിങ്ക് ദെൻ? ഇങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ലിറ്റിൽ ട്രെയിൻ്റെ തോട്ട്സ് ഇവിടെ എഴുതി കൊടുക്കണം. ഓ മൈ ഗോഡ്, ഐ ആം സോ സാഡ്, ഐ ട്രൈഡ് സോ മച്ച് ബട്ട് ഐ കാണ്ട് മൂവ്. എന്താണ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എനിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. വാട്ട് ഹാപ്പൺ ടു മീ? എനിക്ക് എന്തു പറ്റി? ഡോണ്ട് യു നോ ദാറ്റ് ഇഫ് ഐ ഡു നോട്ട് റീച്ച് ഓവർ ദ മൗണ്ടെയിൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഫുഡ്സ്. ഞാൻ മലയുടെ അപ്പുറത്ത് എത്തിയിട്ടില്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളൊക്കെ സങ്കടപ്പെട്ടിരിക്കും, ടോയ്സും ഫുഡൊന്നും കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കും എന്ന് നിനക്കറിയാമല്ലോ. പ്ലീസ് ഹെൽപ്പ് മീ ഗോഡ്. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണേ എന്ന് ലിറ്റിൽ ട്രെയിന് ദൈവത്തോട് ചോദിക്കുകയാണ്. ആക്ടിവിറ്റി 4.
ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷീ കണ്ടിന്യൂഡ് ദ ജേണി. ലിറ്റിൽ ബ്ലൂ എൻജിൻ നമ്മളുടെ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചു. എന്നിട്ട് ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്യായിരുന്നു? അതിൻ്റെ ജേണി തുടരുകയായിരുന്നു. ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എൻജിൻ. അങ്ങനെ അതിൻ്റെ യാത്രയുടെ ഇടയിൽ നമ്മളുടെ ആദ്യം കണ്ട എൻജിനില്ലേ, ഷൈനി ന്യൂ എൻജിൻ, അതിനെ ലിറ്റിൽ ട്രെയിൻ കാണാനായിട്ട് ഇടയായി. ഹി വാസ് സർപ്രൈസ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. അങ്ങനെ നമ്മുടെ ലിറ്റിൽ ട്രെയിനിനെ കണ്ടപ്പോൾ ഈ ലിറ്റിൽ ഷൈനി ന്യൂ എൻജിൻ ആകെ സർപ്രൈസായി. എങ്ങനെയപ്പോൾ അവൻ ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. വാട്ട് കുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ഷൈനി ന്യൂ എൻജിൻ. ആ സമയത്ത് ലിറ്റിൽ ട്രെയിനും ഷൈനി ന്യൂ എൻജിനും തമ്മിൽ സംസാരിക്കാനിടയുള്ള സംഭാഷണം, കോൺവെർസേഷൻ എന്തൊക്കെയായിരിക്കും? ഷൈനി ന്യൂ എൻജിൻ: ഹേയ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ? നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചു. ലിറ്റിൽ ട്രെയിൻ: ഹായ്, നൈസ് ടു മീറ്റ് യു. ഐ ഗോട്ട് ഹെൽപ്പ് ഫ്രം സമ്മൺ. എന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെ ഒരാൾ സഹായിച്ചു എന്ന് ലിറ്റിൽ ട്രെയിൻ പറയാണ്. ഷൈനി ന്യൂ എൻജിൻ: ഹൂ ഹെൽപ്ഡ് യു? ആരാ നിന്നെ സഹായിച്ചത്? ലിറ്റിൽ ട്രെയിൻ: ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. എന്നെ ലിറ്റിൽ ബ്ലൂ എൻജിനാണ് സഹായിച്ചത്. ഷൈനി ന്യൂ എൻജിൻ: ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? ലിറ്റിൽ ബ്ലൂ എൻജിനോ? ഹൗ കുഡ് ഷീ ഹെൽപ്ഡ് യു? അവൾ എങ്ങനെയാണ് നിന്നെ സഹായിച്ചത്? ലിറ്റിൽ ട്രെയിൻ: യെസ്, ഷീസ്. അവൾ തന്നെയാണ് എന്നെ സഹായിച്ചത്. ഷീ പുൾഡ് മീ വിത്ത് ഓൾ ഹെർ സ്ട്രെങ്ത്. അവളുടെ എല്ലാ ശക്തിയും എടുത്ത് എന്നെ മുകളിലേക്ക് വലിച്ചു. ആൻഡ് വി റീച്ച് ദ മൗണ്ടൻ. അങ്ങനെ ഞങ്ങൾ മലയുടെ മുകളിലെത്തി. ഷൈനി ന്യൂ എൻജിൻ: ഐ കാൺട്ട് ബിലീവ് ദിസ്. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. ലിറ്റിൽ ട്രെയിൻ: യു ഹാവ് ടു ബിലീവ്. നീ എന്തായാലും വിശ്വസിച്ചേ പറ്റൂ. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഈസ് വെരി കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ ആൻഡ് ഷീ ഹാസ് എ ഫുൾ മൈൻഡ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ എങ്ങനെയാണ്? നല്ല ഹൃദയത്തിനുടമയാണ്. അവൾക്ക് എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഷൈനി ന്യൂ എൻജിൻ: ദാറ്റ്സ് ഗ്രേറ്റ്. അതെന്തായാലും നന്നായി. എനിവേ ഐ ആം ഹാപ്പി ടു സീ യു. എനിക്ക് എന്തായാലും നിന്നെ കണ്ടതിൽ സന്തോഷം. ലിറ്റിൽ ട്രെയിൻ: ഓക്കെ, സീ യു ലേറ്റർ, ബൈ. നമുക്കെന്നാൽ പിന്നെ കാണാം, ബൈ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പിരിയുന്നു. ആക്ടിവിറ്റി 5: റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ് അണ്ടർലൈൻഡ്. താഴെ തന്നിട്ടുള്ള കഥയുടെ ഈ ഭാഗം വായിച്ചിട്ട് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള അടിവരയിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കൂ. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. ലിറ്റിൽ ട്രെയിന് കഴിക്കാനായിട്ടുള്ള നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു. അതിൽ ബിഗ് റൗണ്ട് ഓറഞ്ചസ്, വലിയ വലിയ വട്ടത്തിലുള്ള ഓറഞ്ചുകൾ. ഫാറ്റ് റെഡ് ആപ്പിൾസ്, തടിച്ച ചുവന്ന നിറത്തിലുള്ള ആപ്പിളുകൾ. ലോങ് യെല്ലോ ബനാനാസ്, നീണ്ട മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ. ഫ്രഷ് കോൾഡ് മിൽക്ക്, നല്ല തണുത്ത ശുദ്ധമായിട്ടുള്ള പാല്. ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ, ലോലിപോപ്സുകളും. ലുക്ക് അറ്റ് ദ വേർഡ് പിരമിഡ് ആൻഡ് മേക്ക് മോർ സച്ച് വേർഡ് പിരമിഡ്സ്. വേർഡ് പിരമിഡ് താഴെയുള്ള നമുക്കൊരു വേർഡ് പിരമിഡ് തന്നിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യുക നിങ്ങൾ? പുതിയ വേർഡ്സ് ആഡ് ചെയ്തിട്ട് ഈ വേർഡ് പിരമിഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വേർഡ് പിരമിഡിൽ തന്നിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? കാർ, ദ ബ്ലൂ കാർ, ദ ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ, ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ. ഇനി അതുപോലെ ഓറഞ്ചിനെയും ഫ്ലവറിനെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പിരമിഡാക്കിയിട്ട് നോക്കണം. ഓറഞ്ച്, ദ ബിഗ് ഓറഞ്ച്, ദ ബിഗ് റൗണ്ട് ഓറഞ്ച്, ദ ബിഗ് റൗണ്ട് ടേസ്റ്റി ഓറഞ്ച്. ഫ്ലവർ, ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ദ ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ, ദ ബ്യൂട്ടിഫുൾ സ്മോൾ റെഡ് ഫ്ലവർ. Activity 10. In the story, the little blue engine says, I think I can. Ask your friends if they can do what they see in the pictures given. Write down your questions and the possible responses. നമ്മൾ സ്റ്റോറിയിൽ ലിറ്റിൽ ബ്ലൂ എൻജിന് പറയുന്നത് കണ്ടു. എന്ത്? ഐ തിങ്ക് ഐ ക്യാൻ. എനിക്ക് തോന്നുന്നു, എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് കണ്ടു അല്ലേ? അതുപോലെ ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. സ്വിമ്മിങ്, ഫുട്ബോൾ, ഡാൻസിങ്, സിംഗിങ്, റീഡിങ്, റൈറ്റിംഗ് ഒക്കെ അല്ലേ? എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതിൽ എന്തൊക്കെയാണ് ഐ തിങ്ക് ഐ ക്യാൻ, എങ്ങനെയൊക്കെയാണ് അവർക്ക് കഴിയുന്നത്, എന്തൊക്കെയാണ് കഴിയാത്തത്, എന്തൊക്കെയാണെന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നോക്കൂ. ക്വസ്റ്റ്യൻസ്: ക്യാൻ യു സ്വിം? നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ കഴിയുമോ? അപ്പോൾ എന്താണ് പോസിബിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്? യെസ് ഐ ക്യാൻ അല്ലെങ്കിൽ നോ ഐ കാൺട്ട് എന്നാണ് കേട്ടോ വരിക. പിന്നെ ക്യാൻ യു പ്ലേ ഫുട്ബോൾ? ഒന്നുകിൽ യെസ് ഐ ക്യാൻ എന്ന് പറയാം, നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ യെസ് ഐ ക്യാൻ എന്ന് പറയാം, അല്ലെങ്കിൽ നോ ഐ കാൺട്ട് എന്ന് പറയാം. ഇനി ക്യാൻ യു ഡാൻസ്? നിനക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമോ? യെസ് ഐ ക്യാൻ, കഴിയുമെങ്കിൽ യെസ് ഐ ക്യാൻ എന്ന് പറയാം, കഴിയില്ലെങ്കിൽ നോ ഐ കാൺട്ട്, എനിക്ക് കഴിയില്ല എന്ന് പറയാം. ക്യാൻ യു സിംഗ്? നിനക്ക് പാട്ട് പാടാൻ കഴിയുമോ? കഴിയുമെങ്കിൽ യെസ് ഐ ക്യാൻ, കഴിയില്ലെങ്കിൽ നോ ഐ കാൺട്ട്. ക്യാൻ യു റീഡ് ബുക്സ്? നിനക്ക് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ യെസ് ഐ ക്യാൻ എന്ന് പറയാം, കഴിയില്ലെങ്കിൽ നോ ഐ കാൺട്ട് എന്ന് പറയാം. ക്യാൻ യു റൈറ്റ്? നിനക്ക് എഴുതാൻ കഴിയുമോ? കഴിയുമെങ്കിൽ യെസ് ഐ ക്യാൻ എന്ന് പറയാം, കഴിയില്ലെങ്കിൽ നോ ഐ കാൺട്ട് എന്ന് പറയാം.
നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 7. ഷാൾ വി ഇനാക്ട് ദ സ്റ്റോറി ഇൻ ദ ഫോം ഓഫ് എ സ്കിറ്റ്? നമുക്ക് ഈ കഥ ഒരു നാടകത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചാലോ? ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ഹൗ ടു പെർഫോം ദ സ്കിറ്റ്. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾ താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുക, ഈ സ്കിറ്റ് എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത് എന്നൊരു ഫോം തയ്യാറാക്കുക. എന്നിട്ട് ക്ലാസ്സിൽ നാടകമായിട്ട് അവതരിപ്പിക്കൂ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വാട്ട് ആർ ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി? കഥയിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? വേർ ഡു ദ ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ്? എവിടെ വെച്ചാണ് ഈ കഥ നടക്കുന്നത്, സംഭവങ്ങൾ നടക്കുന്നത്? ഹൂ ആർ ദ ക്യാരക്ടേഴ്സ്? കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? വാട്ട് ഡു ദേ സേ? അവരെന്തൊക്കെയാണ് പറയുന്നത്? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യുക, സ്കിറ്റ് പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കഥ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിലൊരു നാടകമായിട്ട് അവതരിപ്പിച്ച് നോക്കൂ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് കേട്ടോ നിങ്ങൾക്ക് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്നുള്ള ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. വളരെ കുറച്ചുള്ളൂ, ചെറിയ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസും വളരെ സിമ്പിളാണ്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുതേ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്നും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്